ഈദ് മുബാറക്ക്. ഇത് ശരിക്കും ഈദിനടുത്ത വീഡിയോ ആണ് കേട്ടോ. അതായത് ജൂൺ 7th വീഡിയോ ആണ്. പക്ഷെ എഡിറ്റ് ചെയ്യാനുള്ള മടിക്കൊക്കെ കൊണ്ട് ഇത്രയും നാളായി. അപ്പം ഇക്ക രാവിലെ മുസലിനെയും കൊണ്ട് പള്ളിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് നിസ്കാരം പള്ളിയിലല്ല, മറ്റേ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്തായാലും മുസലിനെ കൊണ്ടുപോകണം. ഇക്ക പോയി ഞാൻ കുളിച്ചു നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പായസം ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ബേബീനെ കുളിപ്പിക്കലായി, അവൻ്റെ ഡ്രസ്സ് ചെയ്യണം. അപ്പം അവനെ ഓരോന്നും എടുത്തു തരണം, അത് ഇത് ചെയ്തൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഇന്ന് ഇത് മാമയുടെ വീട്ടിലാണ്. നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മക്കളെല്ലാം ഈ പൂച്ചയുടെ പുറകെ ആയിരിക്കും. ഭയങ്കര ഇഷ്ടമുണ്ട് എല്ലാവർക്കും പൂച്ച എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോരുത്തരായിട്ട് വരണമുള്ളൂ കേട്ടോ. നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരായിട്ട് വരണത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്രത്യേക ഒരു ഹാപ്പിനെസ്സാണ്. എല്ലാവരും കൂടി നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ. മക്കളെല്ലാം മറ്റേ പൂച്ചയുടെ പുറകെയും, കുറേ പേര് ടി വിയുടെ പുറകെ, കുറേ പേര് റൂമിൽ ഇങ്ങനെ അവരുടെ വിശേഷങ്ങൾ പറയാം. അങ്ങനെയാണ്. അങ്ങനെ എല്ലാവരും ഓരോരോ റൂമും പിടിക്കും. പിന്നെ അവിടെ ഇരുന്ന് വിശേഷങ്ങൾ പറയലായി. അങ്ങനെ കേട്ടോ, നല്ലൊരു വൈബാണ്. അങ്ങനെ സമയം ഇപ്പോൾ 12:30 ഇനി നമുക്ക് ലഞ്ചിനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് വാഴ പറിക്കാൻ വേണ്ടി പോകാം കേട്ടോ ലഞ്ചിന്. അപ്പോൾ വാഴ പറിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് കുറേ ഡക്കും കോഴിയൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോൻ പിന്നെ വരികയില്ല. കോഴി ഡക്ക് എന്നൊക്കെ അവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇക്കയും അമ്മയും കൂടി അവിടെ നിന്ന് വാഴ പറിക്കുന്നുണ്ട് കേട്ടോ. വാഴ നോക്കിയിട്ട് ഫുൾ ഇവിടെ തെങ്ങാണല്ലോ. ഈ തേങ്ങയാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. എൻ്റെയും മോൻ്റെയും കുറേ നേരം അവൻ തേങ്ങ എന്ന് പറയണത്. ഞങ്ങളതിനെ പറിക്കാൻ കുറേ നോക്കുന്നുണ്ട്. വാഴ പറിക്കാൻ വന്ന് ഞങ്ങൾ തേങ്ങ പറിച്ചിട്ട് വരണ്ടല്ലോ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിർത്തി വന്നു. പിന്നെ എല്ലാവരും ഫാമിലി ഫോട്ടോസ് എടുക്കലായി, അതായി ഇതായി അങ്ങനെ. പിന്നെ ഈ ചെക്കൻ്റെ പൂച്ചനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അവൻ്റെ ഉടുതുണി വരെ ഒരു കളഞ്ഞിട്ടാണ് പൂച്ചയുടെ പുറകെ നടക്കുന്നത്. ഭയങ്കര ഇഷ്ടമായിട്ട്. എനിക്ക് പേടിയാണ് അതിൻ്റെ നല്ലൊരു മാന്ത് കെട്ടിക്കഴിഞ്ഞാൽ. അത് കഴിഞ്ഞപ്പോഴേക്കും ഈ ഡക്ക്, പിന്നെ ഡക്കിൻ്റെ പുറകെ പോകലായി. ഇപ്പം അവന് ഭയങ്കര ഇഷ്ടമുണ്ട്. അമ്മയുടെ അടുത്ത് വന്ന ക്യാറ്റ് ഉണ്ട്, ഡോഗ് ഉണ്ട്, പീക്കോക്ക് ഉണ്ട് എന്നൊക്കെയാണ് അവൻ പറയാം. ഈ മക്കളാണെങ്കിൽ അതിന് നെക്കി പീച്ചി. ചിലവർക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ചിലങ്ങൾക്ക് തൊട്ട് ഒട്ടും പേടിയില്ല. അതിനെ ഒന്ന് മൂവ് ചെയ്യാൻ പോലും സമ്മതിക്കില്ല. പിന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടോ, അടിപൊളി ബിരിയാണിയൊക്കെ ആയിരുന്നു. പിന്നെ ഇവന്മാർ കളിക്കാൻ പോകുന്നുണ്ട്. ആശാന് കളിക്കാൻ പോകുമ്പോൾ 2 കല്ല് 2 ബാറ്റ് വേണം. അത് മാത്രമേ ഉള്ളൂ ആശാൻ്റെ കണ്ടീഷൻ. വേറെ ആർക്കും ബാറ്റ് കൊടുക്കില്ല. എത്ര ചോദിച്ചാലും തരില്ലാന്നേ. അങ്ങനെ ഇനി കോഴിയുടെ പുറകെ. ഇത്ര നേരം ഡക്കും പൂച്ചയായിരുന്നു, ഇനി കോഴി. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ഇക്ക വന്നിട്ട് ഇവൻ്റെ ഫോട്ടോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഒരേ ഫോട്ടോ എടുക്കലായിരുന്നു. പിന്നെ ഇക്കയും ഷാൻക്കയും പള്ളിയിൽ പോവാണ്. ഇതാണ്ടോ ഷാൻക്കയുടെ പുതിയ വണ്ടി, അടിപൊളിയാട്ടത്. അങ്ങനെ അവരെ പള്ളിയിൽ പോയി. അത് ഇക്ക പോണത് കണ്ടതും ആശം കരയാൻ തുടങ്ങി. പിന്നെ പറയണോ, അവിടെ ഒച്ചപ്പാടായി, ബഹളമായി. പിന്നെ ഞാൻ ഫോൺ കൊടുക്കേണ്ടി വന്നു കേട്ടോ, അവനൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി. പിന്നെ ഇതാണ് നമ്മുടെ ഏറ്റവും ചെറിയൊരു ബേബി ഉള്ളത്. എന്താ അവൻ്റെ പേര് വന്നു. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ അവിടെ നിന്ന് മക്കൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ് കാണിപ്പിക്കലൊന്നുമല്ല കേട്ടോ. പിന്നെ പാട്ട് വെച്ചപ്പോൾ ഡാൻസ് കളിക്കലായി. പിന്നെ മക്കളെല്ലാം കൂടി ലൂഡോ കളിക്കലായി. ഭയങ്കര രസമാണ് കേട്ടോ. ഐവൻ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് കാണിച്ചു തരാണത്. ഞാൻ അങ്ങനെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, ലൈക്കൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതൊരു പീക്കോക്ക് വന്ന് മതിലിരിക്കണം. അപ്പോൾ അത് ഞാൻ വേഗം ഷൂട്ട് ചെയ്തു. പിന്നെ മക്കൾ കോഴിയുടെ പുറകെ ഓടലും ചാടലൊക്കെയാണ്.
കോഴികൾക്ക് ജീവിക്കാൻ ഇതുങ്ങൾ സമ്മതിക്കില്ല. അതാണ്. പിന്നെ മാമ്മയുടെ വീട്ടിലൊരു ട്രാക്ടർ ഉണ്ട് കേട്ടോ, ഒരു ചെറിയ ട്രാക്ടർ ഉണ്ട്. പിന്നെ ഇവന്മാർക്കെല്ലാം അതിൻ്റെ ഉള്ളിൽ കയറണം, ഒന്ന് റൗണ്ട് അടിക്കണം. അങ്ങനെ റാഷി ഈ മക്കളെയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഒരു വണ്ടി നിറയെ മക്കളായിട്ടാണ് പോണത്. കിണറിൽ ഫിഷ് ഉണ്ടെന്നാണ് പറയണത്. ഇവനെ ഞാൻ കൊടുത്തു വിട്ടില്ല കേട്ടോ, ഇവൻ കൊടുത്തു വിട്ടാൽ എനിക്ക് ടെൻഷനാണ്. അങ്ങനെ അവരൊക്കെ പോയി. ഇത് പോണേ മുമ്പുള്ള വീഡിയോ ഉണ്ടോ. പിന്നെ ദൂരെ അങ്ങ് ഒരു മൂൺ കാണുന്നുണ്ട്. ഈ നിലാവ് ഇന്നലെ കണ്ടില്ല, ഇന്നാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ നല്ല രസമല്ലേ കാണാൻ. എന്ത് ചെയ്തിട്ട് ഈ ചെക്കൻ കയറുന്നില്ല കേട്ടോ വീട്ടിൽ നിന്ന്, പുറത്തുനിന്ന് അകത്തേക്ക്. ഒരേ കളി. കാരണം ഒരുപാട് സ്ഥലമുള്ള കാരണം ആൾക്ക് ഓടി കളിക്കാൻ നല്ല രസം. അങ്ങനെ കുറേ നേരം അവിടെ കളിച്ചിട്ട് കുറേ അധികം നേരം കളിച്ചു. പിന്നെ ഇക്ക വന്നു. പിന്നെ ഇക്ക ആയിട്ട് കുറച്ച് നേരം കളിച്ചു. ഇത്രയും നേരമായിട്ട് ആ ട്രാക്ടറിൽ പോയ മക്കൾ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ടെൻഷൻ. അപ്പോഴേക്കും ഒരു കാറ് വന്നിട്ടുണ്ട്. സ്കൂൾ വിട്ട മാതിരി കുട്ടികൾ ഇറങ്ങി വരണിട്ടുണ്ട് ഇവിടുന്ന്. ഇത്രയും മക്കൾ ഈ കാറിനുള്ളിൽ എങ്ങനെ കുത്തിക്കയറ്റിയെന്ന് അറിയില്ല കേട്ടോ. ഒരുപാട് പിള്ളേരുണ്ട്. 1 2 3 4 5 6. അങ്ങനെ പിന്നെ ഇവരൊക്കെ ഒന്ന് കുളിപ്പിച്ചൊക്കെ എടുത്ത് ഇവിടെ ഒരേ ഒരുക്കാണ് കേട്ടോ. എല്ലോ എന്താ കാണിക്കണേ, സ്റ്റൈലിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ മോൻ ഉറങ്ങിയത് കൊണ്ട് എനിക്കൊരു സ്ഥലത്ത് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റി. പിന്നെ കുറച്ച് നേരമായി ഇവരുടെ ഒപ്പം കളിക്കലായി. ആ മൂൺ നല്ല രസമുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഷൂട്ട് ചെയ്യേണ്ടതിന്. ഇന്ന് പടക്കമൊക്കെ പൊട്ടിക്കാമെന്നായിരുന്നു പ്ലാൻ. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ രാത്രിയായി, ഓരോരുത്തർ പോകാറായി. ചിലർ ആ ടൈമിലാണ് വരുന്നത്. അങ്ങനെ രാത്രി ഇവിടെ വേറൊരു വൈബാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക്